നിയമസഭയിൽ നിന്ന് സർക്കാരിനെ സതീശൻ സഹായിക്കുകയായിരുന്നോ അതോ സതീശൻ ഓടി രക്ഷപ്പെടുകയായിരുന്നോ ചെയ്തത്? രണ്ടും ഉണ്ടെന്ന് പറയാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശൻ്റെ പ്രവൃത്തി നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരിന് ഹിതകരമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച ഒരു കാരണവശാലും സതീശൻ നിയമസഭയിൽ അനുവദിച്ചിട്ടില്ല. അതിപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താലും അല്ലെങ്കിൽ ഒരു ചർച്ചയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയാലും അവിടെ എല്ലാം ബഹളം ഉണ്ടാക്കി ചർച്ച അവസാനിപ്പിച്ച് പോകാറാണ് പതിവുള്ളത്. ഓരോന്നെടുത്ത് നോക്ക്. മറ്റേ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയത് മുതൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കിട്ടിയത് തുടങ്ങി ഇങ്ങനെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച അസംബ്ലിയിൽ നടന്നിട്ടില്ല. അത് സംബന്ധിച്ച് വിസ്തരിച്ചൊരു ചർച്ച അസംബ്ലിയിൽ നടക്കുകയും അത് അസംബ്ലി രേഖകളുടെ ഭാഗമായി തീരുകയും വേണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അത് ഏത് സംഭവം വന്നാലും ആ സമയത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സതീശൻ അവലംബിച്ചിട്ടുള്ള ഒരു രീതി. അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ പിണറായി സർക്കാരിൻ്റെ ഐശ്വര്യമാണ് സത്യത്തിൽ സതീശൻ എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. ഇപ്പോഴും എടുത്തു നോക്കുക. ഇപ്പോഴെന്താണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരു ചർച്ച അസംബ്ലിയിൽ ആവശ്യമില്ല എന്നാണ് സതീശൻ എന്ന് പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലോ. ഇത് ആവശ്യം ഉണ്ടായില്ലേ? അത് നിങ്ങൾ പറ. കാരണം ഇത്ര ഗുരുതരമായൊരു പ്രശ്നം, കോടിക്കണക്കിന് വിശ്വാസികളെ ബാധിക്കുന്ന ഒരു പ്രശ്നം, ശബരിമലയിൽ നിന്ന് ഈ കാട്ടുകള്ളന്മാർ എന്തെല്ലാം കട്ടുകൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും തിട്ടം വരാത്തൊരു കാലത്ത് നമ്മുടെ കേരളത്തിലെ നിയമസഭയിൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുകയും ആ രേഖകൾ നമ്മുടെ നിയമസഭയുടെ ഭാഗമായി തീരുകയും വേണ്ടതല്ലേ? അതിന്ന് ഒഴിവാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ ചർച്ചയുടെ ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു എന്നാണ്. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. ഇതിനെക്കുറിച്ചൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണകക്ഷി പ്രതിസ്ഥാനത്ത് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പത്മകുമാർ തുടങ്ങി, വാസു തുടങ്ങി, ശങ്കർദാസ് തുടങ്ങി, വിജയകുമാർ തുടങ്ങി, ഇനി അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളവർ തുടങ്ങി, പോറ്റി തുടങ്ങി, ഇങ്ങനെ എല്ലാവരും ഇവരുമായിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്, അവരുടെ പാർട്ടിക്കാരുമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ മാർക്സിസ്റ്റുകാരെയും ഇവിടുത്തെ ഭരണകക്ഷിയെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഒരവസ്ഥ എവിടെയുണ്ട്? നിലവിലുണ്ട്. അത് അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വരാതിരിക്കുന്നതിനാണ് സതീശൻ പരിശ്രമിച്ചത്. അതുകൊണ്ടാണ് ചർച്ച വേണ്ട എന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ വളരെ ഗൗരവമുള്ളൊരു വിഷയത്തെക്കുറിച്ച് അസംബ്ലിയിൽ ചർച്ച വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരിക്കും സതീശൻ. കാരണം ഒരു പ്രതിപക്ഷ നേതാവും ഇത്തരത്തിലുള്ള ഭരണകക്ഷിയിൽപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് അവരെ മുൾമുനയിൽ നിർത്താവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ചയേ വേണ്ട, ഞങ്ങൾ ബഹളം ഉണ്ടാക്കി പുറത്തു പോയിക്കോളാം എന്ന് പറഞ്ഞ് അസംബ്ലി ഇനിയിപ്പോൾ 27-ാം തീയതി അതുവരെ അസംബ്ലിയും മാറ്റിവെച്ചു. അതുവരെയുള്ള സകല കാര്യങ്ങളും പാസ്സാക്കി കഴിഞ്ഞു, ഗില്ലറ്റും ചെയ്ത് പാസ്സാക്കി. എല്ലാ നടപടിക്രമങ്ങളും വേറെ അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇന്നത്തെ തച്ച് കാശ് എല്ലാവരും ഉറപ്പാക്കി. തച്ച് കാശ് ഉറപ്പാക്കിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി. വളരെ സന്തോഷം. ഇനി സതീശൻ ഇത് മാത്രമല്ല, സതീശൻ ചർച്ച വേണ്ട എന്ന് പറഞ്ഞാൽ സതീശൻ ഒറ്റക്കെടുത്തൊരു തീരുമാനമല്ല. ആ ചർച്ച ചെന്നാൽ എവിടെ ചെന്ന് നിൽക്കും? സോണിയാഗാന്ധിയിലേക്കാണ് ശബരിമല കൊള്ളയിലെ എല്ലാ സംശയവും ചെന്ന് നിൽക്കുന്നത്. സോണിയാഗാന്ധിയിലാണ്. അതാണ് സതീശൻ്റെ പ്രശ്നം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നിൽക്കുന്നവരെല്ലാം പ്രതികളാക്കപ്പെടണം എന്നാണല്ലോ സതീശൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആൻ്റണിയും അടക്കമുള്ളവരെല്ലാം പ്രതികളാക്കപ്പെടേണ്ടവരാണല്ലോ, വേണ്ടേ? അതെ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ ഗവൺമെൻറ് ചർച്ചയ്ക്ക് സമ്മതിക്കും. എന്താ കാര്യമെന്നറിയാമോ? ഗവൺമെൻറ്റിനെ
സ്വർണ്ണക്കൊള്ളയുടെ മുഴുവൻ ഇത് കുന്തമനയും കോൺഗ്രസ്സിലേക്കും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ സോണിയാഗാന്ധിയിലേക്കും തിരിച്ചു വെച്ചിട്ട് അവർക്കത് പറയാൻ കഴിയും. അപ്പോൾ അത് ഒഴിവാക്കി. അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ രക്ഷപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എത്ര സുഖകരമായിട്ടാണ് രക്ഷപ്പെടുന്നത് നോക്കിയേ. ജനാധിപത്യം എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ജനങ്ങളെ വിഡ്ഢികളായി എന്നുള്ളത്. ജനങ്ങളെ എങ്ങനെ, കാരണം ജനങ്ങൾക്ക് അറിയാനുള്ളൊരു അവകാശമുണ്ടല്ലോ. ജനപ്രതിനിധികൾക്ക് ഇത്രയും ചെല്ലും ചെലവും കൊടുത്ത് ഇവരെ അവിടെ വിടുന്നത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനും അക്കാര്യങ്ങൾ അസംബ്ലിയിൽ ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ്. അത് ചർച്ച ചെയ്യണ്ടെന്ന് തീരുമാനിക്കുകയാണ്. അത് ചർച്ച ചെയ്യണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ശബരിമല കൊള്ളയുടെ സംശയത്തിൻ്റെ കുന്തമന നീണ്ടു എന്ന് നിൽക്കുന്നത് ഒരു സംശയവും വേണ്ട സോണിയാഗാന്ധിയിലാണ്. സോണിയാഗാന്ധി ശബരിമല വിശ്വാസിയല്ല, അല്ല, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, സതീശന് വേണമെങ്കിൽ തിരുത്താവുന്നതാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സോണിയാഗാന്ധി ഇറ്റാലിയൻ കത്തോലിക്കയാണ്, കാത്തലിക് മതവിശ്വാസിയാണ്. അവർ കൃത്യമായിട്ട് പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും 25 നോമ്പ് 50 നോക്കുമ്പോൾ നോക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസിയായ ഒരു ക്രൈസ്തവ സ്ത്രീയാണ്. അതാണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീ എന്തിനാണ് ശബരിമലയിൽ നിന്ന് സ്വർണം കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന, അവിടെ നിന്ന് മൊത്തം ദേവനെ അടക്കം അടിച്ചു മാറ്റി വിറ്റുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവരുടെ കയ്യിൽ കങ്കണം കെട്ടിക്കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയെന്നൊരു ചോദ്യമില്ലേ? അതെ, വെറുതെ അല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെന്നിരിക്കുന്നത് വെറുതെ അല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെന്ന് സോണിയയുടെ വീടിനകത്ത് കയറി സോണിയയുടെ കൈ പിടിച്ചിട്ട് സോണിയക്ക് കങ്കണം കെട്ടിക്കൊടുക്കുകയാണ്. ആ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയായി നിൽക്കുന്നു ആരൊക്കെ? അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും. അവർ കണ്ട് നിർവൃതി കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ശരണം വിളിച്ചോന്ന് എനിക്കറിയില്ല. ആ ഇത് എന്തായിരുന്നു സോണിയക്ക് ഇവർ കൊടുത്ത പാരിതോഷികം? ഇയാൾ പോകുന്നവർക്കൊക്കെ പാരിതോഷികം കൊടുക്കുന്നുണ്ട്. എന്തായിരുന്നു സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിട്ടുള്ള പാരിതോഷികം? അറിയണമല്ലോ, നമുക്കറിയണം. അതെ, എത്ര രൂപയായിരുന്നു, വസ്തുവകകളായിരുന്നു, എന്തായിരുന്നു? ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണ്? കാരണം മോരും മുതിരയും പോലെ ഇരിക്കുന്ന 2 പേര് തമ്മിൽ ബന്ധപ്പെടുന്നു. അപ്പോൾ ഈ മോരും മുതിരയും പോലെ ഇരിക്കുന്ന 2 പേരെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന പൊതുഘടകം എന്താണ്? അയ്യപ്പൻ്റെ പ്രധാനപ്പെട്ട വസ്തുവകകൾ തന്നെ ആയിരിക്കുമോ? അത് തന്നെയല്ലേ എന്ന് സംശയിക്കാവുന്നതല്ലേ? കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി പോലും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഒറിജിനലാണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല എന്നാണ്. ഇതൊക്കെ ഒറിജിനലാണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടാക്കത്തക്ക വിധത്തിൽ SITയുടെ അന്വേഷണങ്ങൾ പോകുന്നില്ല. സൈമിൾട്ടേനിയസ് ആയിട്ട് അന്വേഷണമേ നടക്കുന്നില്ല. എല്ലാ പ്രതികൾക്കും അവർക്കെതിരെയുള്ള തെളിവുകൾ നശിപ്പിക്കാനോ നീക്കം ചെയ്യാനോ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് SIT പ്രതികളിലേക്ക് എത്തുന്നത്. SIT വളരെ സ്ലോയിലല്ലേ പോകുന്നത്? ഇപ്പം ഈ കോടതി തന്നെ പറഞ്ഞതുപോലെ, കാരണം 1 മാസമൊക്കെയാണ് സമയം കൊടുക്കുന്നത്. പ്രതി എന്ന് സംശയിക്കപ്പെടുകയും അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പുവരികയും ചെയ്യുന്ന ഒരാൾക്ക് 1 മാസത്തെ സമയം കൊടുക്കുകയാണ്. ആ 1 മാസത്തെ സമയത്തിനുള്ളിൽ അയാൾ നശിപ്പിക്കാവുന്ന തെളിവുകൾ മുഴുവനും നശിപ്പിച്ചിരിക്കണം. നശിപ്പിച്ച് കഴിഞ്ഞാൽ ഇയാളെ പോയിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ടുവരുമെന്നാണ്. ഇത്തരം കാര്യങ്ങൾ അസംബ്ലിയിൽ പറയണ്ടേ? SITയുടെ അന്വേഷണം തൃപ്തികരമല്ല എന്നൊരു വാക്ക് പറയണ്ടേ? അതിന് പകരം പറഞ്ഞ എന്താണ്? SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ആഫീസിന് സ്വാധീനമുണ്ട് അവർ എന്ന് പറഞ്ഞാൽ SITയുടെ അന്വേഷണം ശരിയല്ലെന്നല്ലേ? എന്നാൽ പിന്നെ അത് പറഞ്ഞാൽ പോരെ? അതിൻ്റെ ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് പറയേണ്ടത്? SITയുടെ അന്വേഷണം ശരിയല്ല, കാരണം ആ SITയെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ആഫീസും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അവരങ്ങനെ നിയന്ത്രിക്കുന്നത്
അവരുടെ ഇഷ്ടക്കാരായ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇതാണല്ലോ ആർഗ്യുമെൻ്റ്. ആ ആർഗ്യുമെൻ്റ് പറയുന്നത്. ആ ആർഗ്യുമെന്റ് പറഞ്ഞാൽ അടുത്ത് പിന്നെ പറയേണ്ടി വരുന്ന അന്വേഷണം ശരിയല്ലെങ്കിൽ ശരിയായ അന്വേഷണം കൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര ഏജൻസി വരണോ, CBI വരണമെന്ന് പറയേണ്ടി വരും. അതെ, പറയണം. പക്ഷേ ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. ഇല്ല, കോൺഗ്രസ് ഇതിനകത്ത് ഒരിക്കൽ ആവശ്യപ്പെട്ടു, പിന്നെ മാറ്റിക്കളഞ്ഞു. അപ്പോഴും അവിടെ നിന്ന് വിളിച്ച്, കാരണം CBI വന്നാലും ഏത് അന്വേഷണം വന്നാലും ഈ അന്വേഷണം നമ്പർ 10 ജൻപത്തിലേക്ക് എത്തും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ അപ്പം മുട്ടുമടക്കും. അതുകൊണ്ടാണ് ഇതിൽ ഇത്രയും കിടന്ന് വഷളാവുന്നത്. ഇതിൻ്റെ ആർഗ്യുമെൻ്റ് അതാണല്ലോ. കാരണം SIT സത്യസന്ധമായിട്ടും കാര്യക്ഷമമായിട്ടും കൃത്യനിഷ്ഠയോടും കൂടി അന്വേഷണം നടത്തുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും ഇവരിൽ സമ്മർദ്ദം ചെലുത്തുന്നു. എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രിയും ഓഫീസും സമ്മർദ്ദം ചെലുത്തുന്നത്? മുഖ്യമന്ത്രിക്കും അവരുടെ ഓഫീസിനും പ്രിയങ്കരായിട്ടുള്ള കുറേ പേര് പ്രതിപട്ടികയിൽ നിന്ന് രക്ഷപ്പെടുത്താനും, കേസ് വന്നാൽ തന്നെ അവർക്ക് തെളിവുകളില്ലാത്ത വിധത്തിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് ജാമ്യത്തിനും അവർക്കതിൽ നിന്ന് ഊരിപ്പോരാനും വഴിയൊരുക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് ഈ അന്വേഷണം ശരിയല്ല. ഇതാണല്ലോ ആർഗ്യ ചെയ്യേണ്ടത്. ഈ ആർഗ്യുമെൻ്റ് ഇല്ല. അതിന് പകരം എന്താ പറയണത്? മുഖ്യമന്ത്രി SITയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തെളിവുണ്ട് ഇവർക്ക്? പറയട്ടെ. ഇങ്ങനൊരു ആർഗ്യുമെൻ്റ് പറഞ്ഞിട്ടുണ്ടോ? ഒരു ആർഗ്യുമെൻ്റ് പറയാതെ വേറെ കൺജക്റ്റേഴ്സ് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇത് വിശ്വാസമില്ലാതെ വരും. എന്നിട്ട് അതിന് പകരം എന്താ ചെയ്യുന്നത്? സ്വർണം കട്ടത് ആരപ്പ, വീരപ്പ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നവരാണ്. അതല്ലല്ലോ ചെയ്യേണ്ടത്. പ്രതിപക്ഷത്തിൻ്റെ പണി അതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ ലാഭകരമാണ് ഇന്നത്തെ ഈ പ്രവൃത്തി. എന്താ കാരണം? ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിസ്ഥാനത്ത് വന്ന് അവർ മറുപടി പറയേണ്ട ഒരു ചോദ്യത്തിനും അസംബ്ലിയിൽ അവർക്ക് മറുപടി പറയാൻ ഇരിക്കാൻ കഴിഞ്ഞു. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവാത്മാവും പരമാത്മാവുമായി വിലസിക്കൊണ്ടിരിക്കുന്ന ചൈതന്യമൂർത്തിയായ സോണിയാഗാന്ധിയിലേക്ക് സ്വർണ്ണക്കൊള്ളയുടെ അമ്പുകൾ എത്തുന്നു എന്നുള്ളതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനെ ഒഴിവാക്കാനുള്ള വിഫല ശ്രമം നടത്താൻ അവർക്കും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നീങ്ങുന്നു എന്നാണ് ഇന്ന് അസംബ്ലിയിൽ നടന്ന ഈ നാടകം വ്യക്തമാക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ആയിട്ടാണ് ലഭിക്കേണ്ടത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചാനലിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങളിലേക്ക് എത്തും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.